ഞാനുണ്ടല്ലോ എൻ്റെ റീസെൻ്റ്ലി എനിക്ക് പണ്ട് മറ്റേ ബിരിയാണി ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനത്തെ ബിരിയാണി മറ്റേ മസാല വരുന്ന ബിരിയാണി, ലൈക്ക് ഒരു തമിഴ്നാടൻ ബിരിയാണി പോലത്തെ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ മേഘ്നാസിൽ പോയായിരുന്നു. ഭയങ്കര അടിപൊളി ബിരിയാണിയാണ്. കുറച്ച് മസാലാസ് ഉണ്ട്, നമ്മുടെ നോർമൽ ബിരിയാണി പോലെയല്ല, നമ്മുടെ ബിരിയാണി പോലെയല്ല. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ പനമ്പിള്ളിയിൽ ഡിണ്ടിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി കടയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ബിരിയാണി. അപ്പോൾ ഞാൻ ഇന്ന് അവിടുത്തെ കഴിക്കാൻ വന്നിരിക്കും. ഞാൻ ബിരിയാണി വന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഓർഡർ ചെയ്യാറ്, ഞാൻ മട്ടൺ കഴിച്ചിട്ടുണ്ട്, ഞാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ചിക്കനും ഒരു മട്ടനും മേടിച്ചിട്ട് ഷെയർ ചെയ്യാം. പക്ഷെ അത് ആക്ച്വലി ഒരെണ്ണം മേടിച്ച് രണ്ടുപേർക്ക് കഴിക്കാം. നമ്മൾ എന്തിനു രണ്ടെണ്ണം മേടിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ കഴിക്കാമെന്ന്. എല്ലാം കുഴപ്പമില്ല. ഞാനിപ്പം മട്ടൻ ബിരിയാണി കഴിക്കാം. I don't like mutton. I like this. ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ട്, നല്ല ടേസ്റ്റ്. കുറേ ഒഴിക്കണ്ട, നല്ല സ്പൈസി ആയിട്ട് കുറച്ച് ഒഴിക്കാം. And 15th Saturday, 15th അല്ലേ? 15th ജൂൺ സൺഡേ. അപ്പോൾ ഞാൻ ഈ വീക്കെൻഡിലത്തെ വ്ളോഗായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ, അപ്പോൾ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോവാം. യെസ്, ബൈ ബൈ. അവിടെ എത്തിയിട്ട് കാണുക. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കും വണ്ടിയിൽ പോവുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവനെ ഓൾറെഡി അറിയാമെന്ന്. കംസ് അമീന. ലോങ് ടൈം നോക്കി അമീനെ കാണാനേ കിട്ടാറില്ല. എന്തായാലും വണ്ണുണ്ടാവും. ഉണ്ടാവും. ഉണ്ട് കുറേ വീഡിയോസ്. പനക അവിടെ വന്നിട്ടില്ലായിരുന്നു കോഴ്സില്. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെയാണെങ്കിൽ ഫുൾ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര തിരക്കും. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അവിടെ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അനഘേനെ പിക്ക് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോവാമെന്ന്. അമീനെ വേറൊരു പ്ലേസ് പറഞ്ഞായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. ഞാൻ ഭയങ്കര മഴയാണ്. യെസ്, ഞാൻ അനഘ വരും പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അനഘ ഞാൻ എടുത്ത് എനിക്ക് ഇതിടായിരുന്നു ഇന്നാള്. അപ്പൊ നമ്മൾ ഒരേപോലെ ഉണ്ടായേനെ. ഇതോ റിയൂണിയന് എടുത്താണ്. എന്റെ ഡ്രസ്സ് കണ്ടില്ലേ? ബ്ലൂ ആൻഡ് വൈറ്റ് ഓഫ് ഷോൾഡർ. ക്യൂട്ട്. അമീന ഞാൻ ഓൾറെഡി കാണിച്ചു. യൂട്യൂബ്. കുറച്ച് നാളായിട്ട് ഭയങ്കര ഹായ് അന്ന വന്നു. പാവ അന്ന നനഞ്ഞിട്ട് ഫുള്ള് അങ്കമാലിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നതാ. മാനുവലി US പോവാ ഓഗസ്റ്റില്. അന്ന് നോക്കിയോളൂ അവര്. അമൃതേച്ചിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഞങ്ങളുടെ മറ്റേ റിയൂണിയൻ ബ്ലോഗിൽ ഇമ്മാനുവലുണ്ടല്ലോ. ഞാനാണെങ്കിൽ എന്നോട് നോർമലായിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ സംസാരിക്കാം ബ്ലോഗിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ
ഞാൻ ഉണ്ടല്ലോ ഡോക്ടറെ കണ്ടിട്ട് വരാം. അതെന്ത് ഈ യൂട്യൂബ് ബ്ലോഗാ ഇങ്ങനെ ആക്കണം എന്നില്ല, പിക്ചറല്ല അതാക്കും. ഞാനിപ്പോ ഗായുവിനെ മോർച്ചറിയുടെ അവിടെ ആക്കിയിട്ട് വരുമായിരുന്നു. ഗായനോട് ഞാൻ പറഞ്ഞതേ മോർച്ചറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി. ഇപ്പം തൃശ്ശൂര് വന്നിരിക്കുക, എന്റെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. അപ്പൊ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ ഇപ്പൊ കാണിച്ചു. ഗായു വന്നിട്ടുണ്ട്. ഗായു ഇസ് മൈ തേർഡ് സിസ്റ്റർ. ഗായു ഉണ്ട് അപ്പൊ എന്റെ കൂടെ. നമ്മൾ പോയി കണ്ടു ഡെർമറ്റോളജിസ്റ്റിനെ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഐസോട്രെറ്റിനോയിൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 3 months എടുക്കും ഇതൊന്ന് കുറയാൻ. 1 month കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കൊളസ്ട്രോളും വേറൊരു ഹോർമോൺ ടെസ്റ്റും ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ എനിക്കല്ല, മരുന്ന് കഴിക്കുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മോണിറ്റർ ചെയ്യുന്ന പോലെ ടെസ്റ്റ് ചെയ്യണം. നോക്ക് കണ്ടു മോർച്ചറിന്റെ അവിടുന്ന്. അമ്മയും ഗായുവും ആൻഡ് തങ്കമണിച്ചും കൂടെ നമ്മൾ ഏത് മൂവിക്കാ പോകുന്നത്? അനശ്വരന്റെ ആ മൂവി, വെരി ഡിഫിക്കൽട്ട് നെയിം, അതിന്റെ മൂവിക്ക് നമ്മൾ പോകും. അപ്പൊ ഞാൻ കാണിച്ചു. ബൈ ബൈ. കോവയ്ക്ക ഫ്രൈ ആൻഡ് ബീൻസ് ആൻഡ് റൈസ് ആൻഡ് എവറിത്തിങ്. താങ്ക് യു മമ്മി. ഓക്കെ, നന്നായിട്ടുണ്ടോ ഭക്ഷണം ഇന്നത്തെ? യെസ്, നൈസ്. താങ്ക് യു. ഓക്കെ, എന്തൊക്കെയാ ഭക്ഷണങ്ങള്? അമ്മ ഉണ്ടാക്കിയതല്ലേ, അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇത് എന്റെ യൂട്യൂബിലാ. ഇന്ന് ചോറ്, സാമ്പാറുണ്ട്, വഴുതനയല്ല കോവയ്ക്ക വറുത്തത്, കൊത്തമരയ്ക്ക ഉപ്പേരി, മുളകുണ്ട്, തൈരും ഉണ്ട്. ലഞ്ച് ഇതെന്റെ യൂട്യൂബിൽ അമ്മ വരാ. ഇന്ദിരമ്മയുണ്ട്, ഗായുണ്ട്, തങ്കമണിച്ചുണ്ട്, അപ്പുണ്ട്, എൻ്റെ കസിൻസ് 2 പേരുണ്ട്. ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ആദ്യമായിട്ട് ഞാൻ മൂവിക്ക് നേരത്തെ വരുന്നത്. ഒരു അമേരിക്കയിലും അവിടെയും ഹോംലെസ് ആൾക്കാരുണ്ട് അമ്മ. അവിടെ എല്ലാവരും റിച്ച് ഒന്നല്ല. അമ്മോട് ആരാ പറഞ്ഞ അമേരിക്കയിൽ എല്ലാവരും റിച്ചാണ്? അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അതല്ല, അവിടെ ഒരു പ്രത്യേക ഒരു കൾച്ചറുള്ള ഒരു സ്വന്തം ഭർത്താവിനെ മാത്രമേ നോക്കുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, സ്വന്തം ഭർത്താവിനെ മാത്രം. പിന്നെ ഇവര് 18 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒന്ന് വിടുന്നറ ഇവരെ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസിലത്തെ ഓരോ തിങ്സ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ കാണാനും. അമ്മ ഇങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസ് കാണും. അമ്മ പറയും ജർമ്മനിയിലൊക്കെ ഇങ്ങനെയാ, അമേരിക്കയിലൊക്കെ ഇങ്ങനെയാ, ആഫ്രിക്കയിലൊക്കെ ഇങ്ങനെയാ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക എന്തെങ്കിലും എനിക്ക് അമ്മേനെയും കൊണ്ട് എവിടെയെങ്കിലും പോകണം. ദാറ്റ്സ് വൺ ഓഫ് മൈ ഡ്രീംസ്. അമ്മയ്ക്കിപ്പോൾ 65 years ഓൾഡാണ്. പക്ഷെ അമ്മ ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ഓരോ തിങ്സ് അല്ലെങ്കിൽ പ്ലേസസ് ഇങ്ങനെ കാണുമ്പോഴും. ഇതൊക്കെ അത് ആക്ച്വലി ഭയങ്കര നൈസ് ക്വാളിറ്റി. കുതിരവണ്ടി അയ്യോ അതൊന്നും ഉപയോഗിക്കില്ല. പഠനൊരു നല്ല ഭംഗിയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. പഠനൊരു 7ാം ക്ലാസ് വരെ. പിന്നെ അവിടേക്ക് ആരെയും അവര് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാം. ഞാനുണ്ടല്ലോ, ഞാൻ തൃശ്ശൂർ വരുമ്പോൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ +2 തൊട്ട് ഒരുമിച്ച് ഉള്ള ഫ്രണ്ട്സ്. എൻ്റെ റോസ്മേരി, അപർണ, അയറിൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു സൺഡേ ഞാനിവിടെ ഉണ്ടാവുന്നത്. അപ്പം ഞാനിപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ പോവാ. യെസ്, അപ്പം അവരെ മീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ക്ലിപ്സ് പോലെ. കാരണം എനിക്ക് അവരുടെ മോക്കോഡ് ആക്കണം എന്നില്ല ഇതിൽ കാണിക്കും. ലെറ്റ്സ് ഗോ. ഞാനുണ്ടല്ലോ ഇപ്പോൾ ഒരുമാതിരി ഞാൻ പിമ്പിൾ പാച്ചസ് ഒട്ടിച്ചിരിക്കുക. ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 കൊമ്പ് പോലെ ഉണ്ട് എൻ്റെ നെറ്റിയിൽ. ആൻഡ് എൻ്റെ മുഖത്ത് ഇവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്.
കാരണം എനിക്കുണ്ടല്ലോ അതിന്റെ സൺസ്ക്രീൻ ഇടുവാണെങ്കിൽ തന്നെ പുറത്ത് പോകുമ്പോ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്, ഞാൻ തൊട്ടിട്ട് എന്തെങ്കിലും ആവുമോ എന്നൊക്കെ. പിന്നെ എനിക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് എന്റെ പേടിയാവും. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ വെക്കും. ഈ പിമ്പിൾ പാച്ചസ് ഒട്ടിക്കുമ്പോ എനിക്ക് തോന്നും കുറച്ച് കഴിയുമ്പോ തന്നെ സബ്സൈഡ് ആവുന്ന പോലെ. മറ്റേതെങ്ങാനും ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഉള്ള ആ ഒരു, എനിക്കറിയില്ലേ, എയറിന്റെ പൊടി തട്ടിയിട്ടാണോ എന്താ, എനിക്കത് കുറച്ചുകൂടെ കുരു ബൾജായി ഇൻഫെക്ഷൻ കൂടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ പിമ്പിൾ പാച്ചസ് വെക്കുമ്പം ഒരു പെട്ടെന്നൊന്നും പോവില്ല, പക്ഷെ എന്നാലും ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഇൻഫ്ലമേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. യെസ്, എനിക്കറിയില്ല ഇനിയിപ്പോ അത് എൻ്റെ തന്നെ ഒരു തലയിലുള്ള ഒരു തിയറി പോലെ എനിക്ക് തോന്നുന്നതാണോ അതോ ഇതൊരു ഫാക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ഡോക്ടറെ കാണിച്ചു, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ടാബ്ലറ്റ് മേടിക്കണല്ലോ. സ്റ്റാൻഡിൽ ഒന്ന് നിൽക്കാന്ന് പറഞ്ഞായിരുന്നു, അവിടെ വരാനാ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഗസ് വോട്ട് ആരും വന്നിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയറൻ പറഞ്ഞു ഞാൻ ഇപ്പം എത്തും. എന്നിട്ട് ഞാനൊരു ഹാഫ് ആൻ അവർ ഇവിടെ നിൽക്കും എല്ലാ പ്രാവശ്യം. യൂഷ്വലി ഐ എം ദ വൺ ഹു ഇസ് ലേറ്റ്. പക്ഷേ അയറിൻ്റെ എൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും നേരത്തെയാ. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യും. ഇന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇന്ന്. പക്ഷെ പാവം റോസ് എൻ്റെ ഫ്രണ്ട് വേറെ എവിടെയോ പോയി നിൽക്കാം, അവളെ ഞാൻ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു ഇങ്ങോട്ട് വരാമെന്ന്. അപ്പൊ റോസ്മേരി ഇപ്പൊ എന്നെ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപർണ വരുമായിരിക്കും. യെസ്, അപർണ ഇസ് ഹിയർ. റോസ്മേരി ഇപ്പൊ ഇങ്ങോട്ട് വരും. യെസ്, നൈസ് ഡ്രസ്. നമ്മളൊരേ കളർ. യെസ്, ആൻഡ് റോസ്മേരി ഇസ് ഹിയർ. ഇനി അയറിനും കൂടെ വരാനുണ്ട്. അതൊരു ടേക്ക് ടു. അല്ല, ഞാൻ കട്ട് ചെയ്താ പോലെ. ഓക്കെ, റോസ്മേരി ഈസ് ഹിയർ. ഞാനുണ്ടല്ലോ, എനിക്കൊരു ഐപാഡ് മേടിക്കണം എന്നുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ സ്റ്റോറിൽ വന്നതാ. പയറിനും ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇത് ചെയ്യുമ്പം ആക്ച്വലി എൻ്റെ സ്കിൻ നല്ല രസമുണ്ട് ഇതിൽ. അല്ലേ, സിനിമാറ്റിക്കാ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് വീഡിയോസ് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. ആൾക്കാർ സോറി ചേട്ടാ, യൂട്യൂബ് വീഡിയോസ് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും. എൻ്റെ ഫോൺ ഇങ്ങനെ ഇന്നാൾ ചൂടായിക്കൊണ്ടിരിക്കുക. 20 മിനിറ്റ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഐപാഡ് എനിക്ക് മേടിക്കണം. ആക്ച്വലി സിനിമാറ്റിക്കിൽ എടുക്കുമ്പോഴാട്ടോ കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ഈ കൊമ്പ് കാണുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റ് ആവുക. കുഴപ്പമില്ല, അതുപോലെ ഇല്ലേ. മൈ ഔട്ട്ഫിറ്റ്. ഞങ്ങളെല്ലാ പ്രാവശ്യം വരും, നൈക്കയിൽ കയറും. ഇവിടെ നിന്നാണെങ്കിൽ കിട്ടി നമ്മൾ ഇന്ന് ഇറങ്ങിപ്പോവും. നമ്മൾ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യും ആൻഡ് എന്നിട്ട് നമ്മൾ ഇറങ്ങിപ്പോവും. നമ്മളൊരു ബിരിയാണി പറഞ്ഞു ആൻഡ് ഒരു പിസ്സയും പറഞ്ഞു. റോസ്മേരി എൻ്റെ വീഡിയോയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എൻ്റെ വീഡിയോയിൽ വരാൻ. റോസ്മേരിക്ക് എൻ്റെ ബ്ലോഗിൽ എന്തോ ഒരു പേടിച്ചിട്ട് ഓടുക. അത് ചെയ്യില്ല. യെസ്, അപർണ. എൻ്റെ യൂട്യൂബിൽ അത്ര ഹേറ്റേഴ്സ് ഒന്നും ഇല്ല, ഫാമിലി പോലെ. ആ കുറച്ച് ആൾക്കാരുള്ളൂ, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെ. ഐ ആം ബാക്ക് ഹോം. ഞാൻ കൊച്ചിയിലെത്തി. മാൻ, general compartments are shit. ഞാനാണെങ്കിൽ ഇത്രയും തിങ്സ് ഇത് ഞാൻ ഓർഡർ ചെയ്തതാ. യെസ്, ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തി. ഞാനിപ്പോൾ മൂവി കാണാൻ പോവാം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. നമ്മൾ നേരത്തെ ഇറങ്ങി, കുറച്ച് ലേറ്റായി. ഞാനാണ് ചെറുതായിട്ട് അതിൻ്റെ റീസൺ. അപ്പോൾ ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ട്രെയിൻ യുവർ ഡ്രാഗൺ. അതിനിപ്പോൾ എന്താ, എല്ലാം സെയിം തന്നെ മീനിങ്. യെസ്, എല്ലാവർക്കും മനസ്സിലായി മൂവി.
അപ്പോൾ അത് കാണാൻ പോവാം. അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ വ്ളോഗല്ല, ഞാൻ ലാസ്റ്റ് എൻ്റെ എടുത്തുകൊണ്ടിരുന്ന വ്ളോഗ് ഏതാണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്റോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഇൻസ്റ്റഗ്രാമിലും കൂടെ പോയി ഫോളോ ചെയ്യൂ പ്ലീസ്. പ്ലീസ് എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതിയല്ലോ. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, എന്നാലും കുറച്ച് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയി കണ്ടിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് യെസ് എല്ലാം ചെയ്തോളൂ. ഓക്കെ, ബൈ ബൈ.